ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു വർത്തമാനം. ഇന്നത്തെ പ്രധാനപ്പെട്ട പത്രവാർത്തകൾ. ഭൂകമ്പവും തൊട്ടുപിറകെ നടന്ന പേമാരിയും തകർത്ത് തരിപ്പണമാക്കിയ നേപ്പാൾ വാർത്തകൾ തന്നെയാണ് ഇന്നും പത്രങ്ങൾ പ്രധാന വാർത്തയാക്കി നമുക്ക് തരുന്നത്. മലയാളികൾ എത്ര പേർ അവിടെ കുടുങ്ങിയിട്ടുണ്ട്, മിക്കവരെയും രക്ഷപ്പെടുത്തി ഇന്നത്തെ വാർത്തകൾ വിശ്വസിക്കാമെങ്കിൽ 7-9 മലയാളികൾ മാത്രമാണ് അവിടെ അവശേഷിക്കുന്നത് എന്ന് പറയുന്നു. ഏതായാലും നേപ്പാളിൽ നിന്ന് നമ്മെ തേടിയെത്തുന്ന 2 മലയാളി ഡോക്ടർമാരുടെ മരണത്തെ സംബന്ധിച്ച വാർത്തയാണ് ഇന്ന് പത്രങ്ങളെല്ലാം പ്രാധാന്യത്തോടെ തരുന്നത്. നേപ്പാളിൽ മരണസംഖ്യ 10,000 കടന്നേക്കാം. 2 മലയാളി ഡോക്ടർമാരും മരിച്ചു എന്ന വാർത്തയാണ് നമുക്ക് കിട്ടുന്നത്. 1000, 1500, 2000 ഈ നിലവാരത്തിൽ ഡെത്ത് ടോൾ മരണസംഖ്യ വന്നുകൊണ്ടിരുന്നപ്പോൾ അത് 5000-ന് മേലെത്തും എന്നാണ് കണക്കാക്കപ്പെട്ടിരുന്നത്. എങ്കിൽ ഇന്നത്തെ അവസ്ഥയിൽ അവിടുത്തെ സർക്കാർ പറയുന്നത്, പ്രധാനമന്ത്രി തന്നെ പറഞ്ഞത് 10,000 കടന്നേക്കാം മരണങ്ങൾ. ആ സാഹചര്യത്തിൽ ഡോക്ടർ AS ഇർഷാദ് 24 വയസ്സ്, ഡോക്ടർ ദീപക് K തോമസ് 25 വയസ്സ്, ഇരുവരും സുഹൃത്തുക്കളാണ്. സുഹൃത്തുക്കളായ ഇരുവരും ഒന്നിച്ച് ഉന്നത പഠനത്തിന് വേണ്ടിയാണ് നേപ്പാളിലേക്ക് പോയത്. ഈ 2 മലയാളികളുടെ വീടുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഹൃദയമിടിപ്പോടെ കാത്തിരുന്നത് ഒരു കോളിന് വേണ്ടിയായിരുന്നു. എപ്പോഴെങ്കിലും ഫോൺ ശബ്ദിക്കും, അപ്പോൾ അവരുടെ ശബ്ദം ഞങ്ങൾക്ക് കേൾക്കാം എന്ന പ്രതീക്ഷയോടെ ഇരുന്ന കുടുംബാംഗങ്ങളുടെ മേലേക്ക് വന്ന് പതിച്ചത് ഇരുവരും ഇതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന ദാരുണ ദുരന്ത വാർത്തയായിരുന്നു. ഏതായാലും ഇരുവരുടെയും മൃതദേഹം ഇന്ന് എത്തിച്ചേർക്കപ്പെടും. അതുമാത്രമല്ല, മൃതദേഹം ഐഡൻറ്റിഫൈ ചെയ്യുകയും ചെയ്തു. ബന്ധുക്കൾ പോയി തിരിച്ചറിയുകയുണ്ടായി. അങ്ങനെ ഇന്ന് അതെപ്പോഴെങ്കിലും മൃതദേഹങ്ങൾ എത്തും. മുറിവേറ്റ ഡോക്ടർ ഇവിടെ തിരിച്ചെത്തിക്കഴിഞ്ഞിരിക്കുന്നു. ഇന്ന് കൊച്ചി വെളുപ്പാൻ കാലത്ത് 1:30 മണിക്ക് അദ്ദേഹം ദില്ലിയിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. ദില്ലി എയിംസിൽ തുടർ ചികിത്സ നടക്കാൻ പോകുന്നു. ആ വാർത്തയാണ് മലയാള മനോരമ തരുന്നത്. ഡോക്ടർ ദീപക് K തോമസിൻ്റെയും ഡോക്ടർ AS ഇർഷാദിൻ്റെയും മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. പരിക്കേറ്റ ഡോക്ടർ അബിൻ സൂരി ദില്ലിയിൽ ആശുപത്രിയിൽ എത്തിച്ചു. നേപ്പാളിൽ മരിച്ചത് 13 ഇന്ത്യക്കാർ. കാഠ്മണ്ഡുവിൽ നിന്ന് അജിത് K ജോസഫ്, അജിത് ദുബെ എന്നിവർ മലയാള മനോരമയോട് സംസാരിച്ചത്. മലയാള മനോരമ പറയുന്നത് ഇങ്ങനെ: അവർ ഇനിയില്ല. എല്ലാ പ്രതീക്ഷകളുടെ മേൽ കരിനിഴൽ വീഴ്ത്തി തകർന്നടിഞ്ഞ നേപ്പാളിൻ്റെ മണ്ണിൽ ആ യുവ ഡോക്ടർമാർ പൊലിഞ്ഞു. ദീപക്കും ഇർഷാദും കാഠ്മണ്ഡുവിലെ തകർന്നു വീണ ഹോട്ടൽ കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾക്കിടയിൽ നിന്ന് എങ്ങനെയോ രക്ഷപ്പെട്ട ഏതോ ആശുപത്രിയിൽ അവരുണ്ടെന്നായിരുന്നു എല്ലാവരുടെയും പ്രതീക്ഷ. എന്നാൽ ഇന്നലെ കാഠ്മണ്ഡുവിലെത്തിയ ബന്ധുക്കൾ ത്രിഭുവൻ സർവകലാശാല ടീച്ചിങ് ആശുപത്രിയിലെ മോർച്ചറിയിൽ ഇരുവരുടെയും മൃതദേഹങ്ങൾ തിരിച്ചറിഞ്ഞു. കണ്ണൂർ കേളകം സ്വദേശി ദീപക് K തോമസ്, കാസർഗോഡ് സ്വദേശി AS ഇർഷാദ്. അങ്ങനെ ഭൂകമ്പവും തുടർന്നു വന്ന പേമാരിയുമൊക്കെ തകർത്ത് കളഞ്ഞ നേപ്പാളിൽ നമ്മുടെ മലയാളികളായ 2 ഡോക്ടർമാരും ദാരുണമായി കൊല ചെയ്യപ്പെട്ടു. ഡോക്ടർമാർ സുരക്ഷിതരായിരിക്കുന്നു എന്ന വാർത്ത നാട്ടിൽ പ്രചരിച്ചിരുന്നുവെങ്കിലും ബന്ധപ്പെടാനാകാതെ വന്നതോടെ ബന്ധുക്കൾ ഭയത്തിലായിരുന്നു. അവർ നേരിട്ട് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് തിരിച്ചറിയപ്പെടാതെ ആശുപത്രി മോർച്ചറിയിൽ സൂക്ഷിച്ച മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ ദീപകിൻ്റെയും ഇർഷാദിൻ്റെയും മൃതദേഹങ്ങൾ കണ്ടെത്തിയത്. ഇർഷാദിൻ്റെ സഹോദരൻ അബുദാബിയിലെ റുവൈസിൽ ഓയിൽ ഫീൽഡ് എഞ്ചിനീയർ ലിയാഖത്ത്, ദീപകിൻ്റെ സഹോദരി ഭർത്താവ് ലിജിൻ ജേക്കബ് എന്നിവരാണ് തിരിച്ചറിഞ്ഞത്. ഇവരുടെ യാത്ര ഒരു ദിവസം വൈകിയിരുന്നെങ്കിൽ തിരിച്ചറിയപ്പെടാനാകാതെ മറവ് ചെയ്യുന്ന മൃതദേഹങ്ങളുടെ കൂട്ടത്തിൽ പെടുമായിരുന്നു ഇരുവരും. മൃതദേഹങ്ങൾ വിമാനമാർഗം ഇന്ന് തന്നെ നാട്ടിലെത്തിക്കുമെന്ന് മന്ത്രി KC ജോസഫ് അറിയിച്ചു. അങ്ങനെ മലയാളികളുടെ മുൻകൈയിൽ ഇരുവരും അവിടെ പോയതുകൊണ്ടാണ് തിരിച്ചറിഞ്ഞത്. അല്ലെങ്കിൽ അനാഥ മൃതദേഹങ്ങൾ എന്ന നിലയ്ക്ക് അവ നിമജ്ജനം ചെയ്യപ്പെടുമായിരുന്നേനെ എന്നാണ് ഈ വാർത്ത പറയുന്നത്. ഭൂകമ്പവുമായി ബന്ധിപ്പിച്ച് മലയാളികൾക്ക് ദുരന്തം വിതച്ച 2 ഡോക്ടർമാരുടെ ദാരുണമായ അന്ത്യത്തെ സംബന്ധിച്ച വാർത്ത പത്രലോകം ഇന്ന് പ്രാധാന്യത്തോടെ തന്നിരിക്കുന്നു. ദുരന്തത്തിൻ്റെ ബാക്കി പത്രത്തെക്കുറിച്ച് ഹ്രസ്വമായൊരു വാർത്ത മാതൃഭൂമി അതിൻ്റെ ലീഡ് വാർത്തയ്ക്ക് അനുബന്ധമായി നൽകിയിരിക്കുന്ന പെട്ടി വാർത്തയിലൂടെ പറയുന്നു. കാണാതായ 2 മലയാളി ഡോക്ടർമാരും മരിച്ചു. കണ്ണീരണിഞ്ഞ് കേരളം. മൃതദേഹം നേപ്പാളിലെ ആശുപത്രി മോർച്ചറിയിൽ ഇന്ന് നാട്ടിലെത്തിച്ചേക്കും. നേപ്പാളിൽ ഭക്ഷണമില്ലാതെ കുടിവെള്ളമില്ലാതെ 14 ലക്ഷം പേർ അലയുകയാണ് എന്ന വാർത്തയും നമ്മെ തേടിയെത്തിയിട്ടുണ്ട്. 2.6 കോടി ജനസംഖ്യയാണ് നേപ്പാളിനുള്ളത്. ഇതിൽ 80% ജനങ്ങളെയും ഭൂകമ്പം ബാധിച്ചു 80 ലക്ഷം പേരെയും ഭൂകമ്പം, പ്രളയം എന്നിവ ബാധിച്ചു കഴിഞ്ഞിരിക്കുന്നു. ആ അർത്ഥത്തിൽ പൂർണ്ണമായും ഭൂകമ്പവും പ്രളയവും
ബാധിച്ച പ്രദേശത്ത് 14 ലക്ഷം പേരാണ് ഭക്ഷണത്തിന് വേണ്ടി അലയുന്നത് എന്ന് മാതൃഭൂമി വിശദീകരിക്കുന്നു. കാണുക. മരണം 10,000 കവിയും. ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം 10,000 കവിഞ്ഞേക്കും. 4,356 പേർക്ക് ജീവൻ നഷ്ടമായെന്നാണ് ഔദ്യോഗിക സ്ഥിരീകരണം. രാജ്യത്തിൻ്റെ പിന്നോക്ക ഗ്രാമങ്ങളിലെ കണക്ക് കൂടി ലഭ്യമായാൽ മരണം 10,000 കവിയുമെന്ന് കരുതുന്നതായി നേപ്പാൾ പ്രധാനമന്ത്രി സുശീൽ കൊയ്രാള പറഞ്ഞു. 7,953 പേർ പരിക്കേറ്റ് വിവിധ ആസ്പത്രികളിൽ ചികിത്സയിലാണ്. ദുരന്തത്തെ തുടർന്ന് ഇന്ത്യയിൽ 73 പേർക്കും ടിബറ്റിൽ 25 പേർക്കും ജീവൻ നഷ്ടമായിട്ടുണ്ട്. നേപ്പാളിൽ 14 ലക്ഷത്തോളം പേർക്ക് ഇതുവരെയും ഭക്ഷണം എത്തിക്കാനായിട്ടില്ലെന്നും ഐക്യരാഷ്ട്രസഭ വ്യക്തമാക്കി. 39 ജില്ലകളിലെ 80 ലക്ഷത്തോളം പേരെയാണ് ദുരന്തം ബാധിച്ചത് എന്ന് UN കണക്ക്. രാജ്യത്തെ ജനസംഖ്യയുടെ 1/3 പേർ താറുമാറാക്കപ്പെട്ട, അനാഥമാക്കപ്പെട്ട ജീവിതത്തിൻ്റെ ദുരന്ത ഭൂമിയിൽ നിൽക്കുന്ന അവസ്ഥയാണ് നേപ്പാൾ തരുന്നത് എന്ന് ഈ വാർത്ത നമ്മോട് പറയുന്നു. നേപ്പാളിനെ സംബന്ധിച്ച വാർത്തകൾ ഇതൊക്കെയാണ്. ബംഗാളിൽ നടക്കുന്ന ഏത് തെരഞ്ഞെടുപ്പും സ്വാഭാവികമായും പുതിയ പുതിയ സന്ദേഹങ്ങളും പുതിയ പര്യവേക്ഷണങ്ങളും ആവശ്യപ്പെടാറുണ്ട്. ബംഗാളിൽ ആർക്കാണ് ആധിപത്യം? തൃണമൂൽ കോൺഗ്രസിൻ്റെ അവസ്ഥ ഇപ്പോഴും തുടരുന്നുവോ? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ അവസ്ഥ അവിടെ എങ്ങനെയാണ്? കോൺഗ്രസ് 7 അയൽവക്കത്തു നിന്നും കാണാനില്ല. BJPയുടെ അത്യാഗ്രഹമോ ആഗ്രഹമോ ബംഗാളിൽ എങ്ങനെ നിലനിൽക്കുന്നു? ബംഗാൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൻ്റെ ഫലം വന്നപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഏകാഗിയായി അങ്ങേയറ്റം മുന്നിൽ നിൽക്കുന്നു എന്നതാണ് രാഷ്ട്രീയ ചിത്രം ബംഗാൾ മുന്നോട്ട് വയ്ക്കുന്നത്. ബംഗാൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പ് തൃണമൂൽ തൂത്തുവാരി എന്ന ശീർഷകത്തിൽ കേരള കൗമുദി ദേശാന്തരം പേജ് ആ വാർത്ത നമുക്ക് എത്തിച്ചു തരുന്നു. പശ്ചിമബംഗാൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ആധിപത്യം ഉറപ്പിച്ച ഭരണകക്ഷിയായ തൃണമൂൽ കോൺഗ്രസ് ഭൂരിപക്ഷം സീറ്റുകളും തൂത്തുവാരി. 144 വാർഡുകളുള്ള കൊൽക്കത്ത മുനിസിപ്പൽ കോർപ്പറേഷനിലെ 114 സീറ്റുകളാണ് പാർട്ടി കൈയടക്കിയത്. 30 സീറ്റ് മാത്രമാണ് നഷ്ടപ്പെട്ടത്. 80% സീറ്റുകൾ നേടി ഉയർന്ന വിജയമാണ് ഇവിടെ പാർട്ടി നേടിയത്. ഇടതുമുന്നണിക്ക് 15, BJPക്ക് 7, കോൺഗ്രസിന് 5 സീറ്റുകൾ കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. സംസ്ഥാനത്തെ മൊത്തം കണക്കുകളും തൃണമൂലിന് അനുകൂലമാണ്. 91 നഗരസഭാ സഭകളിൽ ഹരിൻഗത, ബരാനഗർ, ഗയേഷ്പൂർ, കല്യാണി, ബരാക്പൂർ, ഖദൽ, തംലുക് തുടങ്ങിയ 69 തൃണമൂൽ കോൺഗ്രസ് സ്വന്തമാക്കിയപ്പോൾ ഇടതുമുന്നണിക്ക് 6, കോൺഗ്രസിന് 5 മാത്രമാണ് നേടാനായത്. ചുരുക്കത്തിൽ BJPക്കും ഇടതുപക്ഷത്തിനും അതുപോലെ കോൺഗ്രസിനും വളരെ ചെറിയ ഭാഗം മാത്രം വോട്ടും സീറ്റും നൽകിക്കൊണ്ട് അതിൻ്റെ അസാമാന്യമായ നേതൃപാടവം മമതാ ബാനർജി തെളിയിച്ചിരിക്കുന്നു. മമതാ ബാനർജി അടുത്തിടയ്ക്ക് 3 തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ തൃണമൂൽ കോൺഗ്രസ് നേടിയെടുത്തപ്പോൾ ഇന്നലെ അവർ പ്രഖ്യാപിച്ച ഒരു നിലപാട് ഇന്ന് പത്രങ്ങൾ നമുക്ക് തന്നിരിക്കുന്നത് ബംഗാളിൽ പണിമുടക്കോ അതുപോലെ തന്നെ ബന്ധുക്കളോ ഹർത്താലുകളോ അനുവദിക്കില്ല എന്ന നിലപാട്. 30-ാം തീയതി നടക്കുന്ന മോട്ടോർ പണിമുടക്ക് പോലും അടക്കം അനുവദിക്കില്ല എന്നതാണ് തൻ്റെ നിലപാട് എന്നവർ പ്രഖ്യാപിക്കുകയും ചെയ്തിരിക്കുന്നു. വിജയം പലപ്പോഴും പുതിയ ജനാധിപത്യ ധ്വംസനങ്ങളിലേക്കാണ് നേതാക്കളെ നയിക്കുന്നത് എന്നാണ് ഈ വാർത്ത കാണിക്കുന്നത്. അങ്ങനെ ബംഗാളിൽ കാര്യമായ മാറ്റമൊന്നുമില്ലാതെ ബംഗാൾ തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ തൃണമൂൽ കോൺഗ്രസ് മമതാ ബാനർജി ആ തെരഞ്ഞെടുപ്പ് തൂത്തുവാരിയ വാർത്ത കേരള കൗമുദി ദേശാന്തരം പേജ് നമുക്ക് തരുന്നു. രാഹുൽ ഗാന്ധി അദ്ദേഹത്തിൻ്റെ വിശാല പര്യടനത്തിലാണ് എന്ന് നമുക്കറിയാം. കോൺഗ്രസിൻ്റെ നഷ്ടയശസ് തിരിച്ചു പിടിക്കാൻ ആണ് 58 ദിവസത്തെ ഒളിവ് ജീവിതത്തിന് ശേഷം, വനവാസത്തിന് ശേഷം അദ്ദേഹം തിരിച്ചെത്തിയപ്പോൾ ശ്രമിക്കുന്നത്. സ്ലീപ്പർ ക്ലാസ്സിൽ രാഹുലിൻ്റെ പഞ്ചാബ് യാത്രയെക്കുറിച്ചുള്ള വാർത്തയാണ് നമുക്ക് ഇന്ന് വായിക്കാൻ കഴിയുന്നത് പത്രങ്ങളിൽ. രാജകുമാരന്മാർ എത്ര എളുപ്പമാണ് സാധാരണക്കാരായി തീരുന്നത് തോൽവിയുടെ പശ്ചാത്തലത്തിൽ. കാണുക. സ്ലീപ്പർ ക്ലാസ്സിൽ രാഹുലിൻ്റെ പഞ്ചാബ് യാത്ര. കർഷകരുടെ പ്രശ്നങ്ങൾ നേരിട്ട് കാണാൻ കോൺഗ്രസ് ഉപാധ്യക്ഷൻ രാഹുൽ ഗാന്ധി പഞ്ചാബിലേക്ക് തിരിച്ചു. ന്യൂദില്ലി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഉച്ചയ്ക്ക് 12 മണിക്ക് സച്ച് ഗന്ധ് എക്സ്പ്രസ്സിലെ സ്ലീപ്പർ ക്ലാസ്സിൽ സാധാരണക്കാർക്കൊപ്പമാണ് രാഹുൽ ഗാന്ധി യാത്ര ചെയ്തത്. അംബാലയിൽ നിന്ന് റോഡ് മാർഗം അദ്ദേഹം ഗോബുൾഗഡിലെത്തി. ഇന്ന് രാവിലെ ഗോബുൾഗഡ് പച്ചക്കറി ചന്തയിൽ കർഷകരുമായി രാഹുൽ സംസാരിക്കും. അത്രത്തോളം സുതാര്യവും തുറന്നതുമായ ചർച്ചകളിലേക്ക് രാഹുൽ ഗാന്ധി സ്ലീപ്പർ ക്ലാസ്സിൽ സഞ്ചരിച്ച് കൊണ്ട് എത്തിച്ചേരുന്നു എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്.
ലൈറ്റ് മെട്രോ പദ്ധതിയെപ്പറ്റി ഇന്നലെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ ആഭിമുഖ്യത്തിൽ ഇ ശ്രീധരൻ്റെ സാന്നിധ്യത്തിൽ ചർച്ച നടന്നു എന്ന വാർത്ത നമുക്കറിയാം. ലൈറ്റ് മെട്രോ ചർച്ച ഇന്നലെ നടന്നു. സ്വകാര്യ പങ്കാളിത്തം വേണം എന്ന് ധനമന്ത്രി ആവശ്യപ്പെടുന്നു. സാധാരണ പുരോഗാമികളായ സർക്കാരുകൾ സ്വകാര്യ പങ്കാളിത്തം ഒഴിവാക്കി ആണ് വേണമെന്ന് പറയുന്നത് എങ്കിൽ ഇവിടെ ഇ ശ്രീധരനാണ് സ്വകാര്യ പങ്കാളിത്തം ആവശ്യമില്ല എന്ന് പറയുന്ന അവസ്ഥയിലേക്ക് എത്തിയിരിക്കുന്നത്. കൗതുകകരമാണ് ആ നിലപാടുകൾ കാണുക. ലൈറ്റ് മെട്രോ ചർച്ച തീരുമാനമാകാതെ പിരിഞ്ഞു. സ്വകാര്യ പങ്കാളിത്തത്തോടെ മെട്രോ വേണമെന്ന നിലപാടിൽ ഉറച്ച് നമ്മുടെ ധനവകുപ്പ്, വളരെയധികം പേര് കേട്ട ഒരു ധനവകുപ്പാണ് നമുക്കുള്ളത് കെ എം മാണിയുടെ നേതൃത്വത്തിൽ. ആ ധനവകുപ്പിൻ്റെ നിലപാട് സ്വകാര്യ പങ്കാളിത്തം വേണമെന്ന് തന്നെയാണ്. തിരുവനന്തപുരം, കോഴിക്കോട് നഗരങ്ങളിൽ നടപ്പാക്കുന്ന മെട്രോ പദ്ധതി സ്വകാര്യ പങ്കാളിത്തത്തോടെ നടപ്പാക്കണമെന്ന് ധനവകുപ്പ് ഉറച്ചു നിൽക്കുന്നതോടെ മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല സമിതി തീരുമാനമാകാതെ പിരിഞ്ഞു. മെട്രോയല്ല, ലൈറ്റ് മെട്രോ പദ്ധതിയാണ് അഭികാമ്യമെന്നും സ്വകാര്യ പങ്കാളിത്തം ഈ പദ്ധതിക്ക് പറ്റില്ലെന്നും DMRC മുഖ്യ ഉപദേഷ്ടാവ് ഇ ശ്രീധരൻ യോഗത്തിൽ വ്യക്തമാക്കി. ഇതോടെ പദ്ധതി വീണ്ടും അനിശ്ചിതത്വത്തിലായി. അതാണ് ഇന്നലെ നടന്ന ചർച്ചയുടെ കാതൽ എന്നാണ് ഈ വാർത്ത നമ്മോട് പറയുന്നത്. ബാർക്കോഴ കേസൊക്കെ ആളുകൾക്ക് ഇപ്പോൾ ഇത്ര താല്പര്യമൊന്നും നോക്കരുത്. അതിങ്ങനെ അനന്തമായി പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലാ മന്ത്രിമാർക്കും എതിരെ ആക്ഷേപം വരും. പക്ഷേ മുഖ്യമന്ത്രി അതൊന്നും വിശ്വസിക്കില്ല. അഴിമതി ഇതൊന്നുമല്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. യഥാർത്ഥത്തിൽ അഴിമതി എന്ത് എന്ന് നന്നായി അറിയുന്നയാളാണ് മുഖ്യമന്ത്രി. അതുകൊണ്ട് തന്നെ ഈ ചീള് അഴിമതികളൊന്നും അഴിമതികളല്ല, അഴിമതി വകുപ്പിൽ പെടുത്താനാകില്ല. അതുകൊണ്ട് തൻ്റെ മന്ത്രിമാരെ തനിക്ക് പൂർണ്ണ വിശ്വാസമാണ്. ക്രമം വിട്ട അഴിമതിയൊന്നും അവർ നടത്തില്ല. 10 കോടി രൂപയൊന്നും ഒന്നുമല്ല മുഖ്യമന്ത്രിക്ക്. ഈ സാഹചര്യത്തിൽ ബാർക്കോഴ കേസ് 10 കോടി മന്ത്രി ബാബു കൈപ്പറ്റി എന്ന് ബിജു രമേശ് ആക്ഷേപിക്കുന്ന ബാർക്കോഴ കേസിൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ എന്ത്? ദേശാഭിമാനിയത് ഒന്നാം പുറത്തു തരുന്നു. ബാർക്കോഴ ബാബുവിനെതിരെ അന്വേഷണം നടത്താം എന്ന് നിയമോപദേശം. തീരുമാനിക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് എന്ന് കെ എം മാണി. ബാർക്കോഴ കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ അന്വേഷണം നടത്താമെന്ന് വിജിലൻസിന് നിയമോപദേശം. ഇതിനായി ഇപ്പോൾ പ്രത്യേക കേസ് ആവശ്യമില്ലെങ്കിലും നിലവിലുള്ള കേസിൻ്റെ ഭാഗമായി ബാബുവിനെതിരായ ആരോപണങ്ങളും അന്വേഷിക്കാം. തുടർന്ന് ആവശ്യമെങ്കിൽ പ്രത്യേക കേസും എടുക്കാമെന്ന് വിജിലൻസ് ഡെപ്യൂട്ടി ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് പി ശശീന്ദ്രൻ നൽകിയ നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നു. ബാർക്കോഴ കേസിൽ എക്സൈസ് മന്ത്രി കെ ബാബുവിനെതിരെ അന്വേഷണം നടത്തണമെന്ന് വിജിലൻസിന് ലഭിച്ച നിയമോപദേശത്തിൽ തീരുമാനമെടുക്കേണ്ടത് ആഭ്യന്തര വകുപ്പാണ് എന്ന് മന്ത്രി കെ എം മാണി. കേസിൽ കൂടുതൽ ആളുകളെ പ്രതികരിക്കണമെന്ന താല്പര്യം തനിക്കില്ല. ആഭ്യന്തര വകുപ്പ് തീരുമാനമെടുക്കുമെന്നാണ് പ്രതീക്ഷയെന്നും വാർത്താ സമ്മേളനത്തിൽ മാണി പറഞ്ഞിരിക്കുന്നു. ഏതായാലും അന്വേഷണം നടത്താം ബാബുവിനെതിരെ, അതിനുള്ള വകുപ്പുണ്ട്, അന്വേഷിക്കാതിരിക്കാനാകില്ല. ഇതൊക്കെയാണ് വിജിലൻസിന് കിട്ടിയ നിയമോപദേശം. അതനുസരിച്ച് കേസെടുക്കേണ്ടതാണ്. കേസെടുത്താലും എന്തെങ്കിലും സംഭവിക്കുമോ? ഈ വാർത്തയുടെ തുടർവാർത്ത മംഗളം പത്രം തരുന്നു. വിജിലൻസ് റിപ്പോർട്ട് AGക്ക് കൈമാറും. കോഴ മാണിയുടെ വീട്ടിലെത്തിച്ചു, പക്ഷേ കൈപ്പറ്റിയതിന് തെളിവില്ല. വീട്ടിനകത്തേക്ക് രൂപ പോയതുവരെ, പെട്ടികളിലാക്കി രൂപ പോയതുവരെ തെളിവുണ്ട്. പക്ഷേ അതിനുശേഷം മാണി നേരിട്ട് വാങ്ങി പണം എണ്ണി നോക്കുന്നതിൻ്റെ ചിത്രമോ ഒന്നും കയ്യിലില്ലാത്തതുകൊണ്ട് കൈപ്പറ്റിയതിന് തെളിവില്ല. അതാണ് ഇപ്പോഴെത്തി നിൽക്കുന്ന അന്വേഷണത്തിൻ്റെ ഫലം. എസ് നാരായണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നു. അതിങ്ങനെ: ബാർക്കോഴ കേസിൽ മന്ത്രി കെ എം മാണിക്കെതിരായ ആരോപണം ശരിയെന്നോ തെറ്റെന്നോ തെളിയിക്കാനാവാതെ വിജിലൻസ് അന്വേഷണ റിപ്പോർട്ട്. കോഴപ്പണവുമായി ബാർ ഉടമകൾ മന്ത്രിയുടെ ഔദ്യോഗിക വസതിയിലെത്തിയതിന് തെളിവുണ്ടെങ്കിലും അദ്ദേഹം അത് കൈപ്പറ്റിയതായി കണ്ടെത്താനായിട്ടില്ല എന്ന് വിജിലൻസ് SP R സുകേശൻ്റെ റിപ്പോർട്ടിൽ പറയുന്നു. കേസിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാകാൻ ചില ബാർ ഉടമകൾ സമ്മതം നൽകിയിരുന്നില്ല. അവർ മാണിയെ സമീപിച്ചു എന്നതിന് ഉള്ള സാഹചര്യ തെളിവായ കേസിൽ നുണപരിശോധനയ്ക്ക് തയ്യാറാകാൻ ചില ബാർ ഉടമകൾ സമ്മതം നൽകിയിരുന്നില്ല. അവർ മാണിയെ സമീപിച്ചെന്നതിനുള്ള സാഹചര്യ തെളിവായാണ് വിജിലൻസ് ഇതിനെ വിലയിരുത്തുന്നത്. അവ്യക്തത നിലനിൽക്കുന്ന സാഹചര്യത്തിൽ മാണിയെ പ്രോസിക്യൂട്ട് ചെയ്യാനാകുമോ എന്ന നിയമോപദേശത്തിനായി റിപ്പോർട്ട് അഡ്വക്കേറ്റ് ജനറൽ KP ദണ്ഡപാണിക്ക് കൈമാറും. നിഷ്പക്ഷമായ നിയമോപദേശത്തിന് മുൻ അഡ്വക്കേറ്റ് ജനറൽ MK ദാമോദരനെ സമീപിക്കാനാണ് വിജിലൻസ് ആദ്യം തീരുമാനിച്ചത്. എന്നാൽ അദ്ദേഹം അറിയപ്പെടുന്ന ഇടതുപക്ഷ സഹയാത്രികനായതിനാൽ നിയമോപദേശം എന്തായാലും വിവാദമാകുമെന്ന് ഭയന്ന് പിന്മാറുകയായിരുന്നു. അതുകൊണ്ട് മാണിയുടെ വീട്ടിനുള്ളിലേക്ക് രൂപ എത്തി. പക്ഷേ മാണി അത് കൈനീട്ടി വാങ്ങിയോ ഇല്ലയോ എന്നതിന് സ്പഷ്ടമായ തെളിവില്ല എന്ന് പറയുമ്പം മാണി രക്ഷപ്പെടുന്നില്ല. സാഹചര്യപരമായ ഘടകങ്ങൾ കൊണ്ട് ഒരുപക്ഷെ കേസ് തെളിയിക്കപ്പെടാതെ പോകാം.
ഈ തരത്തിലൊരു നിയമോപദേശം ലഭിക്കുമ്പോൾ ബാർ കോഴ കേസിൽ ഈ നിയമോപദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് നിയമവിദഗ്ധർ മുന്നോട്ട് വന്നിരിക്കുന്നു. മാണിക്കെതിരായ കേസിൽ ബാബുവിൻ്റെ പങ്ക് എങ്ങനെ അന്വേഷിക്കുമെന്ന സംശയമാണ് നിയമവിദഗ്ധർ ഉന്നയിക്കുന്നത്. ബാർ കോഴ കേസിൽ ബിജു രമേശ് നൽകിയ രഹസ്യമൊഴിയുടെ അടിസ്ഥാനത്തിൽ മന്ത്രി കെ ബാബുവിനെതിരെ പ്രത്യേകം കേസെടുക്കേണ്ടെന്ന നിയമോപദേശത്തിൽ സംശയം പ്രകടിപ്പിച്ച് നിയമവിദഗ്ധർ ബാബുവിനെതിരായ പുതിയ കേസെടുക്കേണ്ടെന്നും നിലവിൽ നടക്കുന്ന വിജിലൻസ് അന്വേഷണത്തിൽ ബാബുവിനെതിരായ ആരോപണങ്ങൾ അന്വേഷിച്ചാൽ മതിയെന്നുമാണ് അഡീഷണൽ ഡയറക്ടർ ഓഫ് പ്രോസിക്യൂഷൻസ് ജി ശശീന്ദ്രൻ വിജിലൻസ് ഡയറക്ടർ വിൻസെൻ്റ് എം പോളിന് നൽകിയ നിയമോപദേശം. മന്ത്രി കെ എം മാണിക്കും ബാബുവിനെതിരെ വ്യത്യസ്ത ആരോപണങ്ങളാണ് ബിജു രമേശ് ഉന്നയിച്ചത്. രണ്ടുപേരും വ്യത്യസ്തമായ ആവശ്യങ്ങൾക്ക് വ്യത്യസ്ത സമയങ്ങളിൽ വിവിധയിടങ്ങളിൽ വെച്ച് പണം കൈപ്പറ്റിയെന്നാണ് ആരോപണം. അങ്ങനെയിരിക്കെ രണ്ടുപേർക്കെതിരെ ആരോപണങ്ങളും രണ്ട് സംഭവങ്ങളായി കാണണം. വ്യത്യസ്ത സംഭവങ്ങളെ ഒരേ കേസിൻ്റെ ഭാഗമായി അന്വേഷിക്കുന്നതിൻ്റെ യുക്തിയിൽ നിയമവിദഗ്ധർ സംശയം പ്രകടിപ്പിച്ചിരിക്കുന്നു എന്ന നിലയ്ക്ക് ഇപ്പോൾ ലഭിച്ചിരിക്കുന്ന നിയമോപദേശത്തിൽ തന്നെ സംശയം വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ മുന്നോട്ട് പോകുന്ന ഓരോ സമയവും പുതിയ പുതിയ സംശയങ്ങൾ ഉദ്ദീപിപ്പിച്ച് ആ കേസിൻ്റെ ശക്തി കുറയ്ക്കുക എന്ന തന്ത്രമാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് എന്ന് വ്യക്തം. ദില്ലിയിൽ കർഷകരുടെ പ്രതിഷേധ സമ്മേളനം നടക്കുമ്പോൾ കേജ്രിവാൾ പ്രസംഗിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ തലയ്ക്കുമേൽ ഒരാൾ തൂങ്ങി മരിച്ചു, ഗജേന്ദ്ര സിംഗ്. ആ മരണത്തെ സംബന്ധിച്ച് ആത്മഹത്യ എന്ന് വിശദീകരിക്കാവുന്ന മരണത്തെ സംഭവിച്ച് അത് ആത്മഹത്യയാണോ കൊലപാതകമാണോ വിചിത്രമായൊരു നിലപാട് ദില്ലി പോലീസ് കൈക്കൊണ്ടിരിക്കുന്നു. ആ നിലപാടിന് വാർത്തയായി മാധ്യമം പൊതുവൃത്താന്തം പേരിൽ തന്നിരിക്കുന്നു. ആത്മഹത്യയല്ല, അപകടമാണ് അത് എന്നാണ് പോലീസ് നിരീക്ഷിച്ചിരിക്കുന്നത്. കൗതുകകരമാണ് ആ നിരീക്ഷണം. ഗജേന്ദ്ര സിംഗ് മരിക്കുന്നത് ആയിരക്കണക്കിന് ആളുകൾ നോക്കി നിൽക്കുമ്പോഴാണ്. കേജ്രിവാൾ താഴെ പ്രസംഗിച്ച് കൊണ്ടു നിൽക്കുമ്പോഴാണ് അതിൻ്റെ മുകളിലുള്ള മരത്തിൻ്റെ കൊമ്പിൽ ഗജേന്ദ്ര സിംഗ് തൂങ്ങി മരിച്ചത്. അന്വേഷണങ്ങൾ മുന്നോട്ട് പോയപ്പോൾ കണ്ടെത്തലുകൾ കാണുക ആത്മഹത്യയല്ല, അപകടമെന്ന് ദില്ലി പോലീസ്. കേജ്രിവാളിന് യാതൊരു അധികാരവുമില്ലാത്ത പോലീസാണ്, അദ്ദേഹത്തിൻ്റെ തന്നെ പോലീസ്. അത് കേന്ദ്രമാണ് അതിനെ നിയന്ത്രിക്കുന്നത്. ഭൂമി ഏറ്റെടുക്കൽ ഓർഡിനൻസിനെതിരെ ആം ആദ്മി പാർട്ടി ജന്തർ മന്ദറിൽ നടത്തിയ പ്രകടനത്തിലെ മരത്തിൽ കയറിയ ഗജേന്ദ്ര സിംഗിൻ്റെ മരണം അപകടമാണെന്നും ആത്മഹത്യയല്ലെന്നും ഡൽഹി പോലീസ്. ശ്വാസം മുട്ടിയാണ് മരണമെന്നാണ് ഫോറൻസിക് വിദഗ്ധരുടെ അഭിപ്രായം. സാഹചര്യ തെളിവുകളും വീഡിയോ ദൃശ്യങ്ങളുടെയും അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ ഗജേന്ദ്ര സിംഗ് ബാലൻസ് തെറ്റി പിടിവിട്ട് വീഴുകയായിരുന്നു എന്നാണ് മനസ്സിലാകുന്നത് എന്ന് പോലീസ് പറഞ്ഞു. കാല് തെറ്റി താഴേക്ക് വീണപ്പോൾ കഴുത്തിൽ കയർ മുറുക്കിയിരുന്നതിനാൽ ആ മുറുക്കം കൂടി മരിച്ചു എന്നാണ് പോലീസ് പറയുന്നത്. ഏതാണ് ശരി ഏതാണ് തെറ്റെന്ന് ആർക്കറിയാം. KSRTC പെൻഷൻകാർ അവരുടെ തന്നെ ആസ്ഥാനം ഉപരോധിച്ചു. 4 മാസമായി ലഭിക്കാത്ത പെൻഷൻ ലഭിക്കുമോ എന്ന് ആലോചിച്ചുകൊണ്ട് കാണുക. 30-40 വർഷം ജോലി ചെയ്തതിന് ശേഷം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന പെൻഷൻകാർ കഴിഞ്ഞ 3 മാസമായി പെൻഷൻ ലഭിക്കാതെ തെരുവിലലയുകയാണ്. ആ സാഹചര്യത്തിൽ പെൻഷൻ ലഭിക്കാൻ പോലും കേരളത്തിൽ സമരം ചെയ്യേണ്ടി വരുന്ന ഒരവസ്ഥ ഒന്നാലോചിച്ച് നോക്കൂ. 50-60 വയസ്സ് കഴിഞ്ഞവർ. പെൻഷൻകാർ KSRTC ആസ്ഥാനം ഉപരോധിച്ചു. ഓഫീസ് പ്രവർത്തനം സ്തംഭിച്ചു. ഇപ്പോൾ സ്തംഭിച്ച ഓഫീസിനകത്തിരുന്ന് പ്രവർത്തിക്കുന്നവർക്ക് നാളെ ഇത് തന്നെയാണ് ഗതി പെൻഷൻ പറ്റിക്കഴിഞ്ഞാൽ എന്ന ദാരുണമായ സത്യവും ഇതുവഴി നാം ഓർമ്മിക്കണം. പെൻഷൻ കുടിശ്ശിക അടിയന്തരമായി വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ട് KSRTC പെൻഷൻകാർ ട്രാൻസ്പോർട്ട് ഭവൻ ഉപരോധിച്ചു. ട്രാൻസ്പോർട്ട് ഭവന് മുന്നിൽ പെൻഷനേഴ്സ് ഓർഗനൈസേഷൻ്റെ നേതൃത്വത്തിൽ ആയിരക്കണക്കിന് പെൻഷൻകാർ അണിനിരുന്നതോടെ ഓഫീസിൻ്റെ പ്രവർത്തനം പൂർണ്ണമായും സ്തംഭിച്ചു. ഇതാണ് പെൻഷൻ ലഭിക്കാൻ വീണ്ടും സമരം ചെയ്യേണ്ടി വരുന്ന കേരളത്തിലെ KSRTC ജീവനക്കാരുടെ അവസ്ഥയെങ്കിൽ, മുൻ ജീവനക്കാരുടെ അവസ്ഥയെങ്കിൽ ഇതിലും ബുദ്ധിമുട്ടാണ്, ഇതിലും ദരിദ്രമാണ് EPF പെൻഷൻകാരുടെ അവസ്ഥ. EPF പെൻഷൻകാർ പാർലമെൻറ്റിന് മുന്നിൽ സമരം നടത്തി. ഇന്നലെ പാർലമെൻറ്റിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി മേൽവസ്ത്രം ഉപേക്ഷിച്ച് സമരം നടത്തുന്ന പെൻഷൻകാരുടെ ദയനീയമായ ചിത്രം ദേശാഭിമാനി കാണിച്ചിരിക്കുന്നത് കാണുക. പാർലമെൻറ്റിന് മുന്നിൽ ഭിക്ഷാപാത്രവുമായി പെൻഷൻകാർ. EPF പെൻഷൻകാർ അർദ്ധനഗ്നരായി ഭിക്ഷാപാത്രവുമായി പാർലമെൻറ്റിലേക്ക് മാർച്ച് ചെയ്തു. കേന്ദ്ര സർക്കാർ അവഗണിക്കുന്നതിൽ പ്രതിഷേധിച്ച് EPN പെൻഷനേഴ്സ് കോർഡിനേഷൻ കമ്മിറ്റി നേതൃത്വത്തിലായിരുന്നു മാർച്ച്. 2001 ഏപ്രിൽ 1 ശേഷം PF പെൻഷൻ വർദ്ധിപ്പിച്ചിട്ടില്ല. മിനിമം പെൻഷൻ 1000 രൂപയായി പ്രഖ്യാപിച്ചെങ്കിലും നടപ്പാക്കുന്ന കാര്യത്തിൽ അലംഭാവം തുടരുന്നു. അതുകൊണ്ട് അങ്ങേയറ്റം ദരിദ്രമായ സാഹചര്യത്തിലിരിക്കുന്നവർ ഭിക്ഷാപാത്രമേന്തി പെൻഷൻ എന്ന പിച്ച തെണ്ടുന്ന ഒരവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു എന്ന കാര്യമാണ് കേന്ദ്രത്തെ സംബന്ധിച്ചുള്ള കാര്യത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പെൻഷൻകാരുടെ അവസ്ഥ
കഷ്ടം തന്നെയാണ് പൊതു ഇന്ത്യൻ സാഹചര്യത്തിൽ. നൈജീരിയയിലെ ബൊക്കോ ഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 200 സ്കൂൾ വിദ്യാർത്ഥികളുണ്ടല്ലോ. ലോകമാസകലം അതേ സംബന്ധിച്ച് ആശങ്ക ഉയർന്നിരുന്നു. 1 വർഷം മുമ്പാണ് ആ തട്ടിക്കൊണ്ടുപോകൽ നടന്നത്. ആ കുട്ടികളുടെ അവസ്ഥ ഇന്നെങ്ങനെ? ഒരു വാർത്ത കാണുക. ഒരുപക്ഷെ ആശ്വാസദായകമായ വാർത്തയായിരിക്കും അത്. ബൊക്കോ ഹറാമിൻ്റെ താവളം തകർത്ത് പെൺകുട്ടികളെ നൈജീരിയൻ സൈന്യം മോചിപ്പിച്ചു. ബൊക്കോ ഹറാം തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ 200 പെൺകുട്ടികളെയും 93 സ്ത്രീകളെയും സൈനിക നടപടിയിലൂടെ നൈജീരിയൻ സൈന്യം രക്ഷപ്പെടുത്തി. സാബിസ വനമേഖലയിലായിരുന്നു ഇവരെ പാർപ്പിച്ചിരുന്നത്. തീവ്രവാദികളുടെ 3 ക്യാമ്പുകളും സൈന്യം നശിപ്പിച്ചു. പക്ഷേ രക്ഷപ്പെടുത്തപ്പെട്ട ആ വിദ്യാർത്ഥിനികൾ അന്ന് അപ്രത്യക്ഷരായ വിദ്യാർത്ഥിനികൾ തന്നെയാണോ എന്ന സംശയം ഇപ്പോഴും പത്രങ്ങൾക്ക് അവശേഷിക്കുന്നുണ്ട്. IS എന്ന് പറയുന്ന സംഘടന, ഇസ്ലാമിക സ്റ്റേറ്റ് എന്ന സംഘടനയുടെ ഒരു പ്രത്യേകത കഴുത്തറുത്തു കൊല്ലുന്ന വിദ്യയിൽ അവർ പ്രാമാണ്യം നേടിയിരിക്കുന്നു എന്നതാണ്. 5 ദൃശ്യമാധ്യമ പ്രവർത്തകരെ IS കഴുത്തറുത്തു കൊന്ന വാർത്താ മലയാള മനോരമ വർത്തമാനം പുറത്തു തരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തടവിലാക്കിയിരുന്ന 5 ദൃശ്യമാധ്യമ പ്രവർത്തകരെ IS ഭീകരർ കഴുത്തറുത്തു കൊന്നു. ബർഖ TVയുടെ റിപ്പോർട്ടർമാരായ 4 ലിബിയക്കാരുടെയും ഒരു ഈജിപ്ത് പൗരൻ്റെയും ജഡങ്ങൾ കിഴക്കൻ നഗരമായ ബൈദയിൽ കണ്ടെത്തിയതായി സൈന്യം സ്ഥിരീകരിച്ചു. കൊല ചെയ്തത് കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തടവിലാക്കിയിരുന്ന TV റിപ്പോർട്ടർമാരെയാണ്. ISൻ്റെ ഒരു ക്രൂര വിനോദമാണ് ഇത് നമുക്കറിയാം. NGOമാർക്ക് മൂക്കുകയർ വീഴുന്നു. നോൺ ഗവൺമെൻറ്റൽ ഓർഗനൈസേഷൻ്റെ വാർത്ത ജന്മഭൂമി 1 പുറത്തു വരുന്നു. 8975 NGOകളുടെ ലൈസൻസ് റദ്ദാക്കി. ഗ്രീൻ പീസിനും ഫോർഡ് ഫൗണ്ടേഷനും പിന്നാലെ വിദേശ ധനസഹായത്തോടെ രാജ്യത്ത് പ്രവർത്തിക്കുന്ന 8975 NGOകളുടെ ലൈസൻസ് കേന്ദ്ര സർക്കാർ റദ്ദാക്കി. വാർഷിക വരവ് ചെലവ് കണക്കുകൾ യഥാസമയം സമർപ്പിക്കാത്ത NGOകളുടെ ലൈസൻസാണ് റദ്ദാക്കിയത് എന്ന് ഈ ജന്മഭൂമി വാർത്ത നമ്മോട് പറയുന്നു. ഇനി ഇന്നത്തെ കാർട്ടൂൺ. ഭൂകമ്പം പിറകെ മഹാമാരി, സംഹാരതാണ്ഡവമാടിയ നേപ്പാളിൻ്റെ ഒരു കാർട്ടൂൺ ദൃശ്യമിതാ. എന്താണ് നേപ്പാളിൻ്റെ ഇപ്പോഴത്തെ ഭൂപരമായ അവസ്ഥയെന്ന് കാണുക. ഇത് 2.5 കോടിയിലധികം വരുന്ന ജനങ്ങൾ സർവത്ര തകർന്ന് തരിപ്പണമായ രാജ്യത്തിനുള്ളിലൂടെ രക്ഷാപ്രവർത്തന പാത തുറക്കുന്ന അവസ്ഥ സുരേന്ദർ കാർട്ടൂണിലൂടെ ഹിന്ദു ഇന്ന് നമുക്ക് തന്നിരിക്കുന്നു. ഇനി ഇന്നത്തെ ചിത്രം. കുടിവെള്ളമാണ് ഏറ്റവും വലിയ ജീവൻദാനി എന്ന് നമുക്കറിയാം. ഭക്ഷണവും വെള്ളവുമില്ലാത്ത നേപ്പാളിൽ ഇത് പ്രത്യേകിച്ചും പ്രസക്തമാണ്. ഈ ചിത്രം കാണുക. നേപ്പാളിലേക്കുള്ള സഹായവുമായി കുടിവെള്ളം എത്തിയപ്പോൾ തിരക്ക് കൂട്ടുന്ന അഭയാർത്ഥി ക്യാമ്പിലെ വാസികളുടെ ചിത്രം മാധ്യമം 1 പുറത്ത് ആദ്യ ചിത്രമായും തന്നിരിക്കുന്നു. അതോടെ ഇന്നത്തെ വർത്തമാനം ഇവിടെ സമാപിക്കുകയാണ്. നൈസ് ഡേ, ഗുഡ് ബൈ.